പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണവുമാണ് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവേകാനന്ദ പാറയിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയ്ക്കും നിരോധനമുണ്ട്. നിയന്ത്രണങ്ങൾ വലച്ചതോടെ പ്രതിഷേധവുമായി വിനോദസഞ്ചാരികൾ രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കടലിലും കരയിലും ഒരുപോലെ നിരീക്ഷണ കണ്ണുകൾ. സുരക്ഷയ്ക്കായി 2000-ഓളം പോലീസുകാർ. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സുരക്ഷാ സംഘം വേറെയും. കോസ്റ്റ് ഗാർഡിന്റെയും മറൈൻ ഫോഴ്സിന്റെയും നേതൃത്വത്തിൽ കടലിലും സുരക്ഷാ വേലി തീർത്തിട്ടുണ്ട്. മോദി മടങ്ങുന്നതുവരെ കനത്ത നിയന്ത്രണത്തിലായിരിക്കും കന്യാകുമാരി. ഹെലികോപ്റ്ററിന്റെ ട്രയൽ റൺ ഉൾപ്പെടെ ആകാശ നിരീക്ഷണവും ശക്തമാണ്. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന കന്യാകുമാരിയിൽ നിയന്ത്രണങ്ങൾ ചെറുതായല്ല സഞ്ചാരികളെ വലച്ചത്. Sir, in the newspaper, Modi said don't disturb the tourists. So all the tourists they are staying here, but they are not allowing tourists there. Since yesterday we are waiting and we are having ticket of today. मोदी जी ने कहा कि 2 दिन तक जितने हमें यहाँ पे किसी को परेशान नहीं किया जाए, लेकिन यहाँ पे 2 दिन से सबको रोका हुआ है. Family is coming from 2,000 kilometers, some is 3,000 kilometers, sir. So many people are facing for this time also. I am from Chhattisgarh Bhilai. I am from Maharashtra, only for visit there. बुजुर्ग लोग हैं हमारे साथ में, लेकिन उनको इधर से उधर खाली घुमाया जा रहा है. उस रास्ते पे जाइए, उधर से खुला है, उधर बोलते उधर से जाइए, उधर से खुला है. കാലാവസ്ഥ പ്രതികൂലമായാൽ വിവേകാനന്ദ പാറയിൽ നിന്ന് ധ്യാനം വിവേകാനന്ദ സെന്ററിലേക്ക് മാറ്റും. ഇതുവരെ കാണാത്ത വിധത്തിലുള്ള സുരക്ഷാ വലയത്തിലാണ് കന്യാകുമാരി. ഈച്ച പോലും കടക്കാത്ത വിധം കോട്ടകെട്ടി സുരക്ഷയൊരുക്കിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. മോദി മടങ്ങുന്നതുവരെ ഇതാകും സ്ഥിതി. കന്യാകുമാരിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.